Hi friends, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് പോവുകയാണ്. അങ്ങനെ ദേ നമ്മൾ പോവുകയാണ്. നിങ്ങൾക്ക് ആ മേഘങ്ങൾ കാണാനുണ്ടായിരിക്കും, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ദേ നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ചില വഴിയിൽ ഇങ്ങനെ ചില ഭാഗത്ത് മഴ പെയ്തിട്ട് വെള്ളം റോഡിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മൾ ഈ കൊല്ലങ്കോട് എന്ന് വെച്ചാൽ നല്ല പച്ചപ്പാണ്, വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളൊരു രാവിലെ, അത്ര രാവിലെ അല്ല എന്നാലും ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ദേ അവിടെ ഭാരതപ്പുഴ ഉണ്ട്. അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പാണ്, പാടം ഒക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഫ്ലഫി ക്ലൗഡ്, അടിപൊളി. ഇങ്ങനെ പോകുമ്പോൾ ഒരു വൈബാണ്. പിന്നെ അതേ നമ്മളിങ്ങനെ പോകുക തന്നെ, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു 2-3 മണിക്കൂർ എടുത്തുണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്താൻ. നമ്മൾ കുറച്ച് ഡെസ്റ്റിനേഷനിലാണ്. ഒരു ഡെസ്റ്റിനേഷൻ കൊല്ലങ്കോടായിരുന്നു. എന്ന് വെച്ചാൽ അതെ, കൊല്ലങ്കോടേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ കയറുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ കാണും. ഈ പാടങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല നെല്ലും നല്ല പച്ചപ്പൊക്കെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ട് മലമുകളിൽ, മലയുടെ മുകളിലുള്ള അമ്പലം. അങ്ങനെ ദേ നമ്മൾ ഇപ്പോൾ കണ്ടപ്പോൾ നമ്മൾ വേണ്ടി വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറുണ്ടായിരുന്നു, ചെറുതായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് മഴ ചാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻകോട്ട് മുന്നേ അതിരപ്പള്ളി പോകുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അകത്ത് കയറുകയാണെങ്കിൽ മഴ പെയ്യിച്ചിട്ട് അങ്ങനെ നമ്മൾ ആ റെയിൻകോട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മഴയും പെയ്തില്ല. അപ്പോൾ മഴ പെയ്തില്ല എന്നല്ല, അപ്പോൾ നമ്മൾ കയറിയപ്പോൾ മഴ ഒന്നും പെയ്തില്ല. അപ്പോൾ ആ റെയിൻകോട്ട് ഉണ്ടായിരുന്നു, പിന്നെ കുടയും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ പോയി. ഇപ്പോൾ നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും ആ മേഘങ്ങളിപ്പോൾ നല്ല ഭംഗിയുണ്ട്, തൊടാൻ തോന്നും, അങ്ങനത്തെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ പാറയുടെ മുകളിലുള്ള അമ്പലം, ഇവിടെ ഏത് സിനിമ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതോ ഒരു സിനിമ ഈ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടായിട്ടുണ്ടായെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ ആ മഞ്ഞ റെയിൻകോട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറായിട്ട് നിന്നുണ്ടാവും. അവിടെ നിങ്ങളാ എഴുതി വെച്ചുള്ള ഹനുമാൻ പാദം എന്നാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി, കാറ്റ് അവിടെ നിൽക്കുമ്പോൾ കാറ്റടിക്കുന്നുണ്ട്, നല്ല കാറ്റടിക്കുമ്പോൾ നല്ല സുഖമാണ്. ഈ റെയിൻകോട്ട് ഇട്ടാൽ നല്ല ചൂടാന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ ഈ കാറ്റടിക്കുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാനുണ്ടാവും ആ പാടം, പിന്നെ ആ മല, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കൊല്ലങ്ങാട് പറയുന്ന സ്ഥലം, ഇത് കൊല്ലങ്കോട് എത്തിയിട്ടില്ല, അപ്പോഴത്തേനും ആ ഒരു പോകുന്ന വഴിയിൽ ആണിത് കണ്ടില്ലേ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കാണാൻ, ഒരു കാറ്റൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 12-12:30 ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളത് പോകുന്നതാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള സ്ഥലം. നിങ്ങൾ ഇൻട്രോയിൽ അമ്പലമാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
നമ്മൾ വീണ്ടും പോവുകയാണ്. ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാനുണ്ടാവില്ലേ, ആ ചെറിയൊരു വര, അത് സീതാർകുണ്ടാണ്. സീതാർകുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ പോവുക. ഇത് സീതാർകുണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാലക്കാടൻ സ്റ്റൈല് ബിരിയാണി കഴിച്ചു. അപ്പോൾ നല്ല എരിവുണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് സീതാർകുണ്ടിൻ്റെ അവിടേക്ക് വന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ എന്നുവെച്ചാൽ മലമുകളിൽ മലയല്ല, പാറയുടെ മുകളിൽ ഉള്ള അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ബാക്കിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഒരു വര പോലെയായിരുന്നു നമ്മൾ കാണുക, ഒരു വെളുത്ത വര. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ സീതാർകുണ്ടിൻ്റെ ഒരു ബോർഡ് കണ്ടില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ മാത്രം ഓടിയിട്ടുള്ളൂ തോന്നുന്നു. ഞാനും പിന്നാലെ വരുന്നുണ്ട്. ഈ കുറേ വലിയ വലിയ കല്ലായതുകൊണ്ട് നമുക്ക് കയറാൻ ചെറുതായിട്ടൊന്ന് പാടാണ്. ഇത് കഷ്ടപ്പെട്ട് കയറുന്ന ജാനു. അങ്ങനെ നമ്മൾ അവിടെ കെട്ടിയിട്ടത് കണ്ടില്ലേ, അത് അവിടെ കെട്ടിയിട്ടായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന്. ഒക്കെ കാണുന്നുണ്ടാവും സൂം ചെയ്യുമ്പോൾ. അങ്ങനെ പറ്റില്ല വിചാരിച്ചു. പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങണുണ്ട്. നമ്മളത് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. ശരിക്കും അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയാണ് ശരിക്കും സൗണ്ട് എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായി കാണാൻ, അടിപൊളി. ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ മെല്ലെ പോകുന്നു. അതിൻ്റെ മുകളിൽ ശരിക്കും നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുകയാണെങ്കിൽ അത് മെല്ലെ നമുക്ക് ചിലപ്പോൾ തോന്നും അത് മെല്ലെ വരണുള്ളൂ എന്ന്. അപ്പം ഇത് അടിപൊളി സ്ഥലമാണ് ഈ കൊല്ലങ്കോട് പറയണം കേട്ടോ. അടിപൊളി, നല്ലോണം കാണാനുണ്ട് ഈ സ്ഥലത്ത്. ഈ പാറ അങ്ങനെ മലമുകളിൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അങ്ങനെ നമ്മൾ വീണ്ടും പോവാണ്. ഇവിടെ കുറേ നായ്ക്കൾ എന്ന് വെച്ചാൽ റോട്ടിൽ കുറേ നായ്ക്കൾ ഇങ്ങനെ ഉണ്ട്. അത് അവർ ഇങ്ങനെ നായ്ക്കൾ ഓടുക തന്നെ റോട്ടിൽ. പക്ഷെ എപ്പോഴൊന്നുമല്ല, പക്ഷെ നായ്ക്കൾ നല്ല ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ സീതാർകുണ്ടിനോട് ടാറ്റ പറയുന്നു. നമ്മളിതേ വീണ്ടും പോവുകയാണ്. അവിടെ നമ്മൾ ഒരു അടിപൊളിയാണത് കേട്ടോ. കുറേ മരങ്ങൾ, പച്ചപ്പ്, അടിപൊളിയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ആൽമരം, വലിയൊരു ആലാണ് ഇവിടുത്തെ ഒരാൾ, അറിയുന്ന ആളാണ്, എല്ലാവരും അറിയുന്ന ഒരാൾ. ഇത് ഒടിയൻ സിനിമ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ടാവും അവിടെ നായ്ക്കളുടെ തല്ലായിരുന്നു ഇവിടേക്ക് വന്നപ്പോൾ. ഈ ഒടിയൻ സിനിമയിൽ ഇവിടെ കുറേയൊക്കെ സെറ്റ് ഇട്ടതായിരുന്നു. അതായിരുന്നു. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം നമുക്ക് കാണാനുണ്ടാവും. അമ്പലം, പിന്നെ ഒരു ആൽത്തറ അങ്ങനെ. പക്ഷെ ഇവിടെ ഞാൻ തൂങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ആടില്ല, ഊഞ്ഞാലാടുക ഭയങ്കര പാടാണ്. കൈയൊക്കെ ചോന്ന് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ ചോക്കും. അങ്ങനെയായിരുന്നത്. ഇപ്പോൾ ശരിക്കും ഇത് അടിപൊളിയാട്ടോ ഈ സ്ഥലം. ഇത് നല്ല കാണാനുണ്ട്. നല്ല പച്ചപ്പ്, പിന്നെ ഇങ്ങനത്തെ നല്ല ഇത് നാച്ചുറലി ഉള്ള സാധനങ്ങൾ. ഈ
ഇവിടെ ഈ പാലക്കാട് കൊല്ലങ്കോടിലുള്ള. ഇത് അടിപൊളിയാണ് ഈ സ്ഥലം. നല്ല കാണാണ്ട് പോകുന്ന സമയത്തൊക്കെ പച്ചപ്പും പാടങ്ങളും അങ്ങനെയൊക്കെ അടിപൊളിയാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വലിയൊരു ആലെന്നെ ഇത്. അങ്ങനെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.